പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു സ്ത്രീയെ കണ്ടോ? ഇവർ കൊല്ലം ജില്ലയിലെ അയത്തിലെ പല പ്രദേശങ്ങളിലും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുകയായിരുന്നു. ഇവരുടെ പേരോ അല്ലെങ്കിൽ മേൽവിലാസമോ അല്ലെങ്കിൽ കൈവശം യാതൊരു രേഖകൾ പോലും ഇവരുടെ കയ്യിലില്ല. ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ സംസാരിക്കുന്ന ഭാഷ തന്നെ ഏതാണ് എന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ പോലും ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഏതായാലും ജനങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശേട്ടൻ അങ്ങനെ ഈ ഒരു സ്ഥലത്തെത്തി ഈ ഒരു സ്ത്രീയുടെ ഈ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ഇവരോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇവരുടെ ഭാഷ വ്യക്തമാവാത്തത് കൊണ്ട് അദ്ദേഹത്തിനും അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഏതായാലും ഗണേശേട്ടൻ ഉടൻ തന്നെ ഇവരെ ഇവിടെ നിന്നും കൊണ്ടുപോയി, അതായത് ആംബുലൻസിൽ കയറ്റി ഇവരെ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അവിടെ നിന്നും പോലീസുകാരുടെ കയ്യിൽ നിന്നും രേഖകൾ എഴുതി വാങ്ങിയതിന് ശേഷം ഇവരെ ഇരവിപുരത്തുള്ള അഭയം എന്ന് പറയുന്ന ഒരു അഗതി മന്ദിരത്തിലേക്ക് എത്തിച്ചു. അവിടെയുള്ള അന്തേവാസികളും അവിടുത്തെ നടത്തിപ്പുകാരിയായ അമ്മയുമൊക്കെ ഇവരെ സ്വീകരിച്ചു ആ വീട്ടിലേക്ക്. പിന്നീട് പുതുവസ്ത്രങ്ങളുമൊക്കെ നൽകി, ഭക്ഷണങ്ങളുമൊക്കെ നൽകി. ഇവരിപ്പോൾ ഇവിടെയുണ്ട്. എന്തിരുന്നാൽ പോലും നമ്മുടെ ഈ വീഡിയോ പരമാവധി നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ചിലപ്പോൾ ഇവർ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നോ അല്ലെങ്കിൽ ഇവരുടെ പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാകാനുണ്ട്. അതിനൊക്കെ ഒരു പക്ഷേ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നമുക്കതിനൊരു ഉത്തരം കിട്ടുമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഇവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഇവരെ അറിയാവുന്നവരോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും തിരക്കിയാണോ അവർ ഈ ഒരു സ്ഥലത്ത് എത്തിയതോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അയത്തിൽ ഭാഗത്ത് ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതായിട്ട് ഒരു വഹാബ് എന്ന് പറഞ്ഞ ഒരു ജീവകാരുണ്യ പ്രവർത്തനം എൻ്റെ പറഞ്ഞത്. അങ്ങനെ ഞാൻ അതറിഞ്ഞ് ഇന്നലെ എന്നെ വിളിച്ച്, ഇന്നലെ എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. ഇന്ന് ഞാൻ ചെന്ന് ആൻറ്റിയെ വിളിച്ച്, നമ്മുടെ ഇരവിപുരം അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിലെ ആൻറ്റിയെ വിളിച്ചെന്ന് പറഞ്ഞ് ആൻറ്റി പറഞ്ഞ് കുഴപ്പമില്ല, അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതല്ലേ, കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പം ആൻറ്റിയുടെ വന്ന് കൊണ്ടുവന്നേ. ഇവര് ഹിന്ദിയാ സംസാരിക്കുന്നത്. ഇവർ ഒരു ഡീറ്റെയിലും കിട്ടിയിട്ടില്ല. ഇനിയൊക്കെ 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ ആഹാരമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ആയതിനു ശേഷം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ രീതി. വരാൻ ആദ്യമേക്ക് സമ്മതം കാണിച്ചില്ലായിരുന്നു. പിന്നെ ഇതിനൊക്കെ 3 നേരം ഭക്ഷണവും കിട്ടും, കിടന്നുറങ്ങാനുള്ള സ്ഥലവും കിട്ടും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ അവർ ഒരു ഇത് കാണിച്ചു. പിന്നെ ഞാൻ കൊണ്ടുപോയി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്ത് അവിടുന്ന് ലെറ്റർ സഹിതം മേടിച്ചാണ് നമ്മളവിടെ കൊണ്ടുവന്നത്. സാധാരണ എല്ലാം അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭയത്തിലേക്ക് ഇപ്പം ആൻറ്റിയുടെ ഒക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ ആൻറ്റി 2 കൈ കൊണ്ട് സ്വീകരിച്ച് ആൻറ്റി എടുത്തോളാന്ന് പറഞ്ഞു. അതെ, ഏതാണ്ട് ഇപ്പൊ ഈ സഹോദരിയെ നമ്മുടെ കൊല്ലം ജില്ലയിലെ ജീവകാരുണ്യ പ്രവർത്തനം ചെന്ന് ഗണേഷ് ബ്രദർ കൊണ്ടുവന്ന് നമ്മളതിനെ ഏറ്റെടുക്കുന്നു. നമുക്ക് ആഗ്രഹിക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഒരാഴ്ച ഇവർക്ക് നല്ല വസ്ത്രവും ആഹാരവും എണ്ണയും സോപ്പും മരുന്നും കൊടുത്തു കഴിയുമ്പോൾ വരുന്നവരെല്ലാം സുബോധം ഉണ്ടാവും. ഇപ്പൊ അതിന്റെ പേരോ ദേശമോ ഒന്നും ചോദിച്ചിട്ട് അതൊന്നും അറിയത്തില്ല. ഒരാഴ്ച കഴിയുമ്പോൾ അത് എല്ലാം കറക്റ്റായിട്ട് പറയുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ അനേകം സ്ത്രീകളെ തെരുവെന്ന് കൊണ്ടുവരുന്നത്, പോലീസ് വഴി കൊണ്ടുവരുന്നതെല്ലാം ഗണേശ് ബ്രദർ വഴിയായിട്ടാണ്. പക്ഷെ അങ്ങനെ ഒത്തിരി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസം സാമ്പത്തികമായിട്ട് ഇത് തുടങ്ങിയിട്ട് 25 വർഷമായി. ഒത്തിരി പ്രയാസം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതറിയുന്ന ഉടനെ ഗണേഷ് മറ്റുള്ളവർ പരിചയക്കാരെയൊക്കെ പോയി കണ്ട് പറഞ്ഞ് പലരെയും വസ്ത്രവും ആഹാരം സാധനങ്ങള് സാമ്പത്തികമൊക്കെ ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. എത്ര നന്ദി പറയണമെന്നും പറയാൻ അറിയില്ല. ഞാൻ അവരുടെ കടയിൽ തയ്ക്കുന്ന കടയാണ്, വീട്ടിലും പോയി. പക്ഷെ അതൊക്കെ നമുക്ക് ശോചനീയ അവസ്ഥയാണ്. ആ ജോലി പോലും ചെയ്യാതെ ഇങ്ങനെ തെരുവിൽ നടന്ന് വിഷുവിന്റെ അന്നും കാണാൻ പറ്റി എനിക്ക് വാട്സപ്പിലും പത്രത്തിലും ഒക്കെ 3-4 പുരുഷന്മാരെ കൊണ്ടുപോയി മുടിയൊക്കെ വടിച്ച് ഷേവ് ചെയ്ത് വൃത്തിയാക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അനുഗ്രഹം ഈ സഹോദരന് ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.